കാന്തപുരത്തിനെതിരെ ആഞ്ഞടിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്. സംഘപരിവാറിനു വേണ്ടി ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രത്തോളം തരംതാണ കാഴ്ച ആദ്യമാണെന്നും മഞ്ചേശ്വരത്തടക്കം കാന്തപുരം ബി.ജെ.പിക്ക് വോട്ടുമറിച്ചെന്നും കെ.പി.എ. മജീദ് ആരോപിച്ചു. മണ്ണാർക്കാട്ടെ ലീഗിന്റെ വിജയം കാന്തപുരത്തിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണെന്നും ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ കെ.പി.എ. മജീദ് പറയുന്നു. വ്യക്തിപരമായ വലിയ താൽപര്യങ്ങൾക്കു വേണ്ടി കാന്തപുരം ബി.ജെ.പിക്ക് വോട്ടുമറിച്ചു. ഇക്കാര്യം തെളിവ് സഹിതം ബോധ്യപ്പെട്ടിരിക്കുകയാണെന്ന് കെ.പി.എ. മജീദ് പറയുന്നു. യു.ഡി.എഫിനെ തോൽപ്പിക്കാൻ കാന്തപുരം കാസർഗോഡ് ക്യാമ്പ് ചെയ്യുന്നുവെന്ന വിവരം മനസ്സിലാക്കി കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം അന്ന് വലിയ നേതൃപടയെ തന്നെ മഞ്ചേശ്വരത്തേക്ക് അയച്ചിരുന്നുവെന്ന് മജീദ് വെളിപ്പെടുത്തുന്നു. ചെങ്ങന്നൂരിലും മലപ്പുറത്തും കാന്തപുരത്തിന് പിന്തുണ കിട്ടിയിരുന്നുവെന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പ്രസ്താവന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഗുജറാത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സമ്മേളനം സംഘടിപ്പിക്കാനുള്ള അനുമതി കാന്തപുരത്തിന് മാത്രമാണ് കിട്ടിയത്. അത്ര ദൃഢമായ ബന്ധം കാന്തപുരവും ബി.ജെ.പിയും തമ്മിലുണ്ടെന്ന് കെ.പി.എ. മജീദ് സമർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 5 കോടി രൂപ നരേന്ദ്രമോദി സംഭാവന നൽകിയിരുന്നുവെന്ന ആരോപണം ഇനിയും കാന്തപുരം നിഷേധിച്ചിട്ടില്ലെന്നും മജീദ് ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം ലീഗിനെ മുഴുവൻ സീറ്റിലും പരാജയപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച കാന്തപുരത്തിന് ഒന്നും ചെയ്യാനായില്ല. മതനിരപേക്ഷ വോട്ടർമാർ മണ്ണാർക്കാട് ലീഗിനെ വിജയിപ്പിച്ചത് കാന്തപുരത്തിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണെന്നും കെ.പി.എ. മജീദ് പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ കക്ഷി നേതാക്കളും തന്റെ മുന്നിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അനുയായികളെ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കാന്തപുരം രാഷ്ട്രീയക്കാരുടെ മേൽ ചക്രവർത്തി ചമയുകയാണെന്നും മജീദ് വിമർശിക്കുന്നു. സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടെത്തിക്കാനുള്ള കാന്തപുരത്തിന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം സമുദായം ജാഗ്രത പുലർത്തണമെന്നും ലേഖനത്തിൽ മജീദ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മണ്ണാർക്കാട് ലീഗിനെ തോൽപ്പിക്കണമെന്ന പരസ്യാഹ്വാനം തെരഞ്ഞെടുപ്പ് കാലത്ത് കാന്തപുരം നടത്തിയതിലുള്ള അമർഷമാണ് ലീഗ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇടക്കാലത്ത് യു.ഡി.എഫിനോട് അടുത്തിരുന്നെങ്കിലും ഇ.കെ. സുന്നികളുടെ നിയന്ത്രണത്തിലാണെന്ന നിലപാടിൽ ലീഗിനോട് കാന്തപുരം അടുപ്പം പ്രകടിപ്പിച്ചിരുന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.